വെരി ഗുഡ് മോർണിംഗ്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഒരു വാർത്താ ദിനം ആരംഭിക്കുകയാണ്. വാർത്തോദയത്തിന്റെ സമയം കൂടിയാണ്, വാർത്തകൾ സംഭവിക്കാൻ പോകുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഇന്ന് ഡിസംബർ 29, ഒരു പുതുവത്സര പുലരിയിലേക്ക് നമ്മളിങ്ങനെ കടക്കാൻ വേണ്ടി പോവുകയാണ്. 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. മലയാള വർഷം നോക്കിയാണ് കൊല്ലവർഷം 1200, ധനു 14. ഞായറാഴ്ചയാണ്. സൺഡേയുടെ ഒരു ആലസ്യം ഉണ്ടോ? ഉണ്ടായിരിക്കാം, പക്ഷെ അത് നമ്മൾ സമ്മതിക്കില്ല. അതായത് നമ്മൾ വാർത്തകൾ, കാഴ്ചകൾ, വൈവിധ്യമാർന്ന ജനസമൂഹം, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു കോംബോ ആണ് ഈ മോർണിംഗ് വാക്ക് എന്ന് പറയുന്നത്. മോർണിംഗ് വാക്കിന്റെ ആ ഒരു മോട്ടോ പറഞ്ഞോളൂ. എല്ലാ പ്രിയപ്പെട്ട ആഗോള മലയാളികളെ, 1 മണിക്കൂർ മുമ്പേ എഴുന്നേൽക്കി, നടക്കി, നല്ല ശീലങ്ങളിലേക്ക് പോകുകയും ചീത്തശീലങ്ങൾ ഉപേക്ഷിക്കുകയും നല്ല മനുഷ്യരാകുകയും നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യം നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന ആ ഒരു മുദ്രാവാക്യവുമായി 24 വാർത്താ ചാനൽ അവതരിപ്പിക്കുന്ന മോർണിംഗ് വാക്ക്. ഈ വർദ്ധിത വീര്യം എന്ന് പറഞ്ഞു പറഞ്ഞത് അത് ക്ലിക്കായതുപോലെ ഇതിപ്പോ ബൈഹാർട്ട് ആക്കുന്നുണ്ട് നമ്മുടെ പ്രേക്ഷകർ. എല്ലാ ദിവസവും ചേച്ചി ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ബാക്കി അവർ പറയുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നന്നായി. നമ്മൾ എല്ലാ ദിവസവും ഒരു കാര്യം ആവർത്തിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ജീവിത ചര്യയുടെ അല്ലെങ്കിൽ ഹാബിറ്റിന്റെ, ശീലത്തിന്റെ ഭാഗമാകും അതെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞത് ആരാ? സ്റ്റീഫൻ ഹോക്കിങ്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റീഫൻ ഹോക്കിങ്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞു, പുതുവത്സര പുലരിയിലേക്ക് 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. നാടെങ്ങും അങ്ങനെ ഒരു പുതിയ വർഷത്തെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ്. അപ്പം കൊച്ചിയിലെ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് അറിയാം അല്ലെ? കൊച്ചി കാർണിവലിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട് കാണും. കൊച്ചി കാർണിവൽ കമ്മിറ്റി അവതരിപ്പിക്കുന്ന കാർണിവൽ ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ചിട്ടുണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന്. പക്ഷേ മറ്റ് പലയിടങ്ങളിലായി പുതുവത്സര ആഘോഷങ്ങളുണ്ട്. നമ്മൾ ഇപ്പോൾ ഉള്ളത്, ഇന്ന് മോർണിംഗ് വാക്കിനായി എത്തിയിരിക്കുന്നത് കാക്കനാട് NGO ക്വാർട്ടേഴ്സ് സർക്കിളിലാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയാണ് ഇവിടെ. ഈ സർക്കിളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത് പ്രേക്ഷകർക്ക് കാണാം. നമ്മുടെ ആ വൈഡ് ക്യാമറയിൽ പ്രേക്ഷകർ കുറച്ചുകൂടെ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. വലിയൊരു പപ്പാഞ്ഞ സെറ്റ് ചെയ്തിട്ടുണ്ട്. സമീക്ഷ എന്ന് പറയുന്നൊരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ്. അവരുടെ 32ാം വാർഷികാഘോഷമൊക്കെ ചെയ്യാൻ പോവുകയാണ്. ആ സമയത്താണ് ഇങ്ങനെ പപ്പാഞ്ഞയെ സെറ്റ് ചെയ്ത് വളരെ ഭംഗിയായി ലൈറ്റൊക്കെ ചെയ്ത് ഗംഭീരമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതും പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമാണ്. 31 വൈകുന്നേരം 7 മുതൽ അവരുടെ ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങും. മ്യൂസിക് നൈറ്റ് ഉണ്ടാവും. ഈ പപ്പാഞ്ഞി എന്ന അത് കത്തിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് അത് ചോദിക്കണം, അതിനെ കുറച്ച് ക്ലാരിറ്റി വരുത്താനുണ്ട്. അതിന്റെ അധികൃതരൊക്കെ അല്പസമയത്തിനൊക്കെ നമ്മളുമായി സംസാരിക്കാൻ വരും. അപ്പോ പുതുവത്സര കമന്റ് ബോക്സിൽ ഹാജര് വെക്കുക. നിങ്ങളെ പുതുവത്സരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അത് ഉറപ്പാണ്. അതെ, ഇപ്പൊ നമ്മൾക്ക് ചില ട്രോളുകൾ വരുന്നുണ്ടല്ലോ, ജനുവരി 1 കേരളത്തിലെ ജിമ്മുകൾ എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം അത്രയും സജീവമാവില്ല എന്ന് പറഞ്ഞു. എല്ലാ ദിവസവും 50 പുഷപ്പ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നൊരു കാര്യം കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു. അതാണ് പുതിയ ന്യൂ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പുതിയ തീരുമാനങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തുണ്ടാവും. അതൊക്കെ കമന്റ് ബോക്സിൽ പോരട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മോർണിംഗ് വാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വാക്കിലേക്ക് സ്വാഗതം. ഇന്ന് മോർണിംഗ് വാക്കിനായി നമ്മളുള്ളത് കാക്കനാട് NGO ക്വാർട്ടേഴ്സ് സർക്കിളിലാണ്. അപ്പോൾ നമ്മുടെ നടത്തം ഇങ്ങനെ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളിൽ പ്രേക്ഷകരിൽ എത്ര പേർ നടത്തവും ജോഗിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ കുറിക്കുക. അപ്പോൾ നമ്മൾ ആദ്യ വാർത്തയിലേക്ക് പോയല്ലോ. അതെ, ആദ്യ വാർത്ത, സ്ഥാനമൊഴിയുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് സംസ്ഥാനത്ത് നിന്ന് പോവുകയാണ്. രാവിലെ 11 കൊച്ചിയിലെത്തും. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് പോകും. പുതിയ കേരള ഗവർണറായി നിയമിക്കപ്പെട്ട രാജേന്ദ്ര ആർലേക്കർ ജനുവരി 2 ചുമതലയേൽക്കും എന്ന വാർത്തയാണ്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങളുമായി ചേരാൻ പോകുന്നത്. ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സംസ്ഥാനത്ത് നിന്നും നമ്മുടെ നിലവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. അദ്ദേഹം തിരികെ മടങ്ങുന്നു. പക്ഷേ ഔദ്യോഗിക യാത്രയപ്പില്ലാന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ വ്യക്തമാക്കിയതാണ്. അതിപ്പോൾ അതിന് വിശദീകരണമായി പറയുന്നത് ദേശീയ ദുഃഖാചരണമുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പക്ഷേ ചീഫ് സെക്രട്ടറി നേരിട്ട് പോയി ഉപഹാരം നൽകുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ എന്താണ്, പ്രത്യേകിച്ച് ചടങ്ങുകളില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഗുഡ് മോർണിംഗ് പ്രജിൻ, ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. എന്തായാലും നേരിട്ടൊരു ഔദ്യോഗികമായി യാത്രയപ്പ് സംസ്ഥാന സർക്കാർ നൽകില്ല. കഴിഞ്ഞ ഒരു 5 വർഷത്തിലധികം ഗവർണർ സർക്കാർ പോരിന്റെ ഒരു അന്തിമ ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഏറ്റവും അവസാനമായി സർക്കാരിന് ഒരുപക്ഷെ യാത്രയപ്പ് നൽകി വേണമെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിൽ നിന്ന് പറഞ്ഞയക്കാമായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു ഔദ്യോഗിക യാത്രയപ്പ് ചടങ്ങ് വേണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് സർക്കാർ. അതിനിടെ ഇന്ന് മുഖ്യമന്ത്രിയും തിരുവനന്തപുരത്തുണ്ട്. ഇന്ന് 11 മണിയോടുകൂടി രാജ്ഭവനിൽ നിന്ന് ഗവർണർ എയർപോർട്ടിലേക്ക് പോകും. അതിനിടയിൽ മുഖ്യമന്ത്രി എങ്ങാനും നേരിട്ട് പോയി കാണുമോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയേണ്ടത്. ഇന്നലെ ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ
മന്ത്രിമാരായ ജ്യോതിലാൽ അടക്കമുള്ളവർ നേരിട്ട് പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു. പക്ഷെ അതിനപ്പുറം ഒരു സർക്കാരിന്റെ നേരിട്ടുള്ള പ്രതിനിധി, മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ആരും ഗവർണറെ നേരിട്ട് പോയി കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്ന വിവരം. പക്ഷേ അവസാന നിമിഷം 11 മണിവരെ തിരുവനന്തപുരത്ത് അദ്ദേഹം തുടരുന്നുണ്ട്. അദ്ദേഹം കാരണം അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ടും അദ്ദേഹം തിരുവനന്തപുരത്ത് ഗവർണറായി തുടരുകയും ഏകദേശം 3 മാസത്തിലധികം അദ്ദേഹം കാലാവധിക്ക് ശേഷവും പുതിയ ഗവർണറെ നിയമിക്കാത്തതിനെ തുടർന്ന് ഇവിടെ ഗവർണറായി തന്നെ തുടർന്നിരുന്നു. ആ കാലഘട്ടത്തിലും സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരും ശക്തമായി തന്നെ തുടർന്നിരുന്നു. എന്തായാലും ഒരു സർക്കാർ ഗവർണർ പോരിന്റെ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സർക്കാരും ഗവർണറും പരസ്പരം പോരടിക്കുന്ന കാഴ്ചകളായിരുന്നു കഴിഞ്ഞ ഒരു 3 വർഷവും. ആദ്യ 2 വർഷം ഗവർണർ ആരിഫ് ഖാൻ എത്തി ആദ്യ 2 വർഷം കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിരുന്നു. അതിനുശേഷമാണ് പരസ്പരം ഒരു പോരിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ആദ്യം നിയമസഭയിൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രമേയം പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമായിരുന്നു ആദ്യം ഉടലെടുത്തത്. അതിനു മുൻപ് ഈ സർക്കാരിന്റെ നയപ്രസംഗവുമായി ബന്ധപ്പെട്ട കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നുള്ള ആവശ്യം ഗവർണർ മുന്നോട്ട് വെച്ചതോടുകൂടി ഒരു പരസ്യ തർക്കത്തിലേക്ക് മാറി. പക്ഷേ ഒരു സർക്കാർ ഗവർണർ പോര് ഒരു വലിയ ശക്തമായി വരുന്നത് ഈ സർവകലാശാലകൾ സംബന്ധിച്ചും VC നിയമനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുമായിരുന്നു. ഒരുപക്ഷെ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രിക്കെതിരെ തന്റെ പ്രീതി പിൻവലിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് ഒരു ഉത്തരവിറക്കുന്നതെല്ലാം അസാധാരണമായ സാഹചര്യമായിരുന്നു കേരളത്തിലുണ്ടായത്. ധനമന്ത്രി KN ബാലഗോപാൽ മന്ത്രിയാണ് തനിക്ക് പ്രീതി നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ ഒരു ഗവർണർ ഒരു ഇത്തരത്തിൽ മാധ്യമങ്ങളോട് പറയുന്നത്. നിരന്തരമായി എല്ലാ വിഷയങ്ങളും എതിർപ്പുകളും എല്ലാം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരുന്ന, സർക്കാരിനെതിരെയുള്ള എതിർപ്പുകൾ പരസ്യമായി പ്രകടിപ്പിച്ചിരുന്ന ഒരു ഗവർണറാണ് ആരിഫ് ഖാൻ. അദ്ദേഹത്തിന്റെ കാലാവധിക്ക് ശേഷം അവസാന ഈ 3 മാസ കാലയളവിൽ പോലും നിർണായകമായ ചില തീരുമാനങ്ങളെടുത്ത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയ ഗവർണർ കൂടിയാണ്. പ്രത്യേകിച്ച് 2 വൈസ് ചാൻസലർമാരെ താൽക്കാലികമായി നിയമിച്ചുകൊണ്ട് സർക്കാരിനെ വെല്ലുവിളിച്ചു. ഒപ്പം സർക്കാരുമായി എതിർത്ത് നിന്നിരുന്ന ആരോഗ്യ സർവകലാശാല VC മോഹനൻ കുന്നുമേലിന് കാലാവധി നീട്ടി നൽകി. അദ്ദേഹം കേരള സർവകലാശാല VC ആയും ഒപ്പം ആരോഗ്യ സർവകലാശാല VC ആയും ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ രീതിയിൽ സർക്കാരിനെ വെല്ലുവിളിച്ച് പല നിയമനങ്ങളും നടത്തി ഇത്തരത്തിൽ സർക്കാരും ഗവർണർ പോര് അതിൻ്റെ ഒരു അധ്യായം ഇവിടെ ഇന്ന് അവസാനിക്കുകയാണ്. അദ്ദേഹം ഇന്ന് 11 മണിക്ക് രാജ്ഭവനിൽ നിന്ന് ഇറങ്ങും. ഇത്തരത്തിൽ രാജ്ഭവൻ ജീവനക്കാരുടെ ഒരു യാത്രയപ്പ് ഉണ്ടാകുമെന്ന് ആദ്യം അറിയിച്ചിരുന്നു. പക്ഷേ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനാൽ അതും വേണ്ടെന്ന് നിശ്ചയിക്കുകയായിരുന്നു ഉണ്ടായത്. ഇന്ന് 11 മണിക്ക് പോയി കൊച്ചിയിലേക്കാണ് അദ്ദേഹം പോകുന്നത്. കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കും ഡൽഹിയിൽ നിന്ന് ബീഹാറിലേക്കും പോകും. പുതിയ ഗവർണർ 1-ാം തീയതി തിരുവനന്തപുരത്ത് എത്തും. 2-ാം തീയതി ആയിരിക്കും അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ്. പ്രജിൻ ക്രിസ്റ്റീന. ഉമേഷ് പറഞ്ഞതുപോലെ നാടകീയമായിരുന്നു, സംഭവബഹുലമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ ഈ 5 വർഷക്കാലം എന്ന് പറയാതെ പോയി. ഇനി ഔട്ട് ഓഫ് ദ ടോപ്പിക് ഉമേഷ് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. അവിടെ നമ്മുടെ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ, സംസ്ഥാന സ്കൂൾ കലോത്സവം സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയിലാണ് ഇത്തവണ ഉള്ളത്. അപ്പോൾ ഒരാഴ്ച ഇല്ല ഇനി. അതിന്റെ ഒരുക്കങ്ങൾ എന്തായി? എല്ലാം സെറ്റാണോ അവിടെ? എല്ലാം സെറ്റായി വരുന്നു. 25 വേദികൾ ഒരുക്കണം. അതിൽ പ്രധാന വേദിയുടെ നിർമ്മാണം ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ടുള്ള ചില പന്തൽ നാട്ടൽ ചടങ്ങടക്കമുണ്ട്. അവയൊന്നും നിലവിൽ നടത്താൻ തീരുമാനിച്ചിട്ടില്ല. അതെല്ലാം മാറ്റിവെക്കുകയാണ്. എന്തായാലും ഒരു പ്രചാരണ പരിപാടികൾക്ക് ചെറിയ ഈ പാതയോര ഫ്ലെക്സ് നിരോധനമെല്ലാം ഏർപ്പെടുത്തിയതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിട്ടു എന്നുള്ള ഒരു പരിഭവം വിദ്യാഭ്യാസ മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്തായാലും ഈ പ്രചാരണങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഒപ്പം ഇത്തരത്തിൽ ട്രിവാൻഡ്രം ടീം ഇവിടെ പൂർണ്ണമായി സജ്ജമായി ഒരുങ്ങിയിട്ടുണ്ട്. ഇനി എല്ലാവരും നമ്മുടെ ടീം മുഴുവനായി എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റൊരു മാധ്യമ സ്ഥാപനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള വലിയൊരു ശക്തി ഇവിടെ ഉണ്ടാകും. ഒരുപക്ഷെ മറ്റേത് സ്ഥാപനത്തിൽ നിന്നോ കാണാവുന്ന രീതിയിലേക്കാൾ ഏറ്റവും മികച്ച രീതിയിൽ മികച്ച സാങ്കേതിക സംവിധാനത്തോടു കൂടി കലോത്സവം നമ്മൾക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാനുമാകും. പ്രജൻ, ഉറപ്പായി ഉമേഷ്. അപ്പൊ നമുക്ക് അത് തന്നെയാണ് ഒത്തുപിടിക്കാൻ നമുക്ക് അല്ലേ? അതെ ഉമേഷ്, നമുക്ക് തകർക്കാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ കൂടുതൽ വാർത്തകളുമായി എത്തുക. അടുത്തൊരു വാർത്തയിലേക്ക് പോയാലോ? പോവാം. അത് ഇന്നലെ വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. പെരിയ ഇരട്ട കൊലപാതക കേസിൽ 10 പ്രതികളെ വെറുതെ വിട്ട CBI കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഒരുങ്ങി കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബം. ജനുവരി 3 ശിക്ഷാവിധി വന്നതിന് ശേഷം മേൽക്കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം.
നിയമവിദഗ്ധരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. കുടുംബം തികച്ചും അസംതൃപ്തരായിരുന്നു ഇന്നലത്തെ കോടതി വിധി. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. അരുൺ, ഇതിനോടകം തന്നെ ആ നിലപാട് വ്യക്തമാക്കിയതാണ്. ഈ വെറുതെ വിട്ട പ്രതികൾ അങ്ങനെ വെറുതെ വിടേണ്ടവരല്ല എന്ന് കുടുംബത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപോരാട്ടം തുടരുമെന്ന് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബം അത് വ്യക്തമാക്കിയതുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ? ഏത് രീതിയിലാണ് കുടുംബം നീങ്ങുക? പ്രജിൻ, ക്രിസ്റ്റീന, എന്തായാലും കുടുംബം നിയമവിദഗ്ധരുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ജനുവരി 3-ന് ശിക്ഷാവിധി വന്നതിന് ശേഷം മേൽക്കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ കുടുംബം അറിയിച്ചിരിക്കുന്നത്. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവും ജില്ലാ കോൺഗ്രസ് നേതൃത്വവും ഒക്കെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്നലെ നമ്മൾ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുമായും സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹവും പറഞ്ഞത് ജനുവരി 3-ന് ശിക്ഷാവിധി വന്നതിന് ശേഷം മേൽക്കോടതിയെ സമീപിക്കും. ഇതിന് കാരണം ഈ 10 പ്രതികൾ, അതായത് കോടതി വെറുതെ വിട്ട 10 പ്രതികൾ അവർ ഈ കൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിന് സാക്ഷികൾ ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് അവർക്ക് കൂടി ശിക്ഷ ലഭിക്കണമെന്നൊരു ആവശ്യം കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ 14 പേരെയാണ് CBI കോടതി ശിക്ഷിച്ചത്. അതിന് പുറമെ ഈ 10 പേർ കൂടി ഈ കേസിൽ പ്രധാന പങ്ക് വഹിച്ചവരാണ്. അവരെ അങ്ങനെ വെറുതെ വിടാൻ സാധിക്കില്ല എന്ന ഒരു ബോധ്യമാണ് ഇപ്പോൾ ഈ കുടുംബത്തിനുള്ളത്. കുടുംബം ജനുവരി 3-ന് ശേഷം നിയമവിദഗ്ധരുമായി ചർച്ച നടത്തി അതിന് 3-ന് ശേഷം ഈ മേൽക്കോടതിയെ സമീപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രജിൻ, ക്രിസ്റ്റീന. ശരി, അരുൺ പാറക്കലാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. നമുക്ക് മറ്റൊരു വാർത്തകൾ കൂടെ പോകാം അല്ലേ? അത് എനിക്ക് തോന്നുന്നു മറ്റൊരു രാഷ്ട്രീയ വിവാദമൊക്കെ ആയി വരുന്നൊരു വാർത്തയാണ്. ഒരു മരണ വാർത്തയാണെങ്കിൽ കൂടി അതിന് പിന്നിൽ ചില ദുരൂഹതകളുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട്. ആ രീതിയിൽ ആ വാർത്ത ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ IC ബാലകൃഷ്ണൻ MLA-ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ആയുധമാക്കാൻ CPIM ഒരുങ്ങിയിരിക്കുന്നു. നാളെ MLA-യുടെ ഓഫീസിലേക്ക് CPIM മാർച്ച് നടത്തുന്നുണ്ട്. IC ബാലകൃഷ്ണൻ രാജിവെക്കണം എന്ന ആവശ്യം ഉയർത്തിയാണ് CPIM-ന്റെ ഈ പ്രതിഷേധം. വയനാട്ടിൽ അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ പറയുന്നത് പോലെ IC ബാലകൃഷ്ണൻ MLA-ക്കെതിരായ പ്രതിഷേധം ഇത് അവരൊരു രാഷ്ട്രീയ ആയുധമാക്കി എടുക്കാനുള്ള തീരുമാനമാണെന്ന് മനസ്സിലാക്കുന്നു. ഏത് തരത്തിലായിരിക്കും പ്രതിഷേധം? കേസുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ എന്തൊക്കെയാണ്? പ്രജിൻ, ക്രിസ്റ്റീന, വയനാട്ടിലെ കോൺഗ്രസിനെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് ട്രഷററായ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യ. ഈ ആത്മഹത്യക്ക് പിന്നിലെ കാരണം എന്താണ് എന്നുള്ളതിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുന്നുണ്ട്. അതിനിടയിലാണ് ബത്തേരി അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ട നിയമനം, ആ നിയമനത്തിന് ഉദ്യോഗാർത്ഥികൾ പണം നൽകിയതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നത്. ഈ രേഖയിൽ IC ബാലകൃഷ്ണൻ MLA-യുടെ പേര് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ IC ബാലകൃഷ്ണൻ MLA-യെ കുരുക്കിലാക്കിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഇത് വ്യാജരേഖയാണ് എന്ന് ആവർത്തിച്ചുകൊണ്ട് IC ബാലകൃഷ്ണൻ MLA മാധ്യമങ്ങളെയൊക്കെ കണ്ടിരുന്നു. പക്ഷെ ഇതൊക്കെ ഒരു ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് CPIM. നാളെ IC ബാലകൃഷ്ണൻ MLA-യുടെ ഓഫീസിലേക്ക് CPIM മാർച്ച് നടത്തുന്നുണ്ട്. ഈ NM വിജയന്റെ ആത്മഹത്യക്ക് പിന്നിൽ ഈ രീതിയിലുള്ള ചില സമ്മർദ്ദങ്ങളാണ്. അത് ഈ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ചില ഈ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ചില പണം വാങ്ങൽ, അത് ഈ NM വിജയനെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാക്കി തുടങ്ങിയ ആരോപണങ്ങളാണ് നിലവിൽ CPIM ഉന്നയിക്കുന്നത്. അത് മുൻനിർത്തിക്കൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് CPIM. നാളെ മാർച്ച് നടത്തും. അതേസമയം IC ബാലകൃഷ്ണൻ നാളെ SP-ക്ക് ഒരു പരാതി നൽകുന്നുണ്ട്. ഈ രീതിയിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അത് അടിസ്ഥാനരഹിതമാണ്, അതിലൊരു അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടാണ് SP-ക്ക് ഇദ്ദേഹം നാളെ ഒരു പരാതി നൽകുകയും ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു ആത്മഹത്യാക്കുറിപ്പുണ്ട്. ആ ആത്മഹത്യാക്കുറിപ്പിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നാണ് CPIM പറയുന്നത്. ഈ ആത്മഹത്യാ ശ്രമം അറിഞ്ഞ് അവിടേക്ക് ആദ്യം എത്തിയത് കോൺഗ്രസ് നേതാക്കളാണെന്നും ഈ കോൺഗ്രസ് നേതാക്കൾ ഈ ആത്മഹത്യാക്കുറിപ്പ് മാറ്റി എന്നുമാണ് നിലവിൽ CPIM ഉൾപ്പെടെ ഉന്നയിക്കുന്ന ആരോപണം. ഏതായാലും വലിയൊരു വിവാദം ഈ മരണത്തിന് പിന്നാലെ ഉണ്ടായിരിക്കുന്നു. അത് ഈ നിലവിൽ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയിട്ടുണ്ട്. ഏത് രീതിയിലുള്ള പ്രതിരോധമാണ് ഇനി ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഉയർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വയനാട്ടിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ വൈകി വന്ന പ്രേക്ഷകരോടെ പറയുകയാണ്, ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 17 ആവുന്നു. 6:17 സമയം. മോർണിംഗ് വാക്കിനായി ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തത് കാക്കനാട് NGO ക്വാർട്ടർ സർക്കിളാണ്. ഇത് നമുക്ക് ഈ സൈഡിലുള്ള ഈ ഒരു ഭാഗം ഇതൊരു സർക്കിളാണ്. മാത്രമല്ല
4 പാട് റോഡാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റോഡാണ്. അതായത് കാക്കനാടിലേക്ക് ഒരു സ്ട്രെച്ച് ഉണ്ട്, പിന്നെ വാഴക്കാലിലേക്ക് പോകുന്ന മറ്റൊരു ഭാഗം, സീപോർട്ട് എയർപോർട്ടിലേക്ക് പോകുന്ന മറ്റൊരു ഭാഗം, പാലാരോട്ടത്തേക്ക് പോകുന്ന മറ്റൊരു ഭാഗം, ഇങ്ങനെ പല റോഡുകളിലേക്ക് ഒരു കണക്ഷനാണ് ഇവിടെ. അതുകൊണ്ടാണ് ഇതൊരു സർക്കിൾ എന്ന രീതിയിൽ തന്നെ പറയുന്നത്. അതെ, ആ സർക്കിൾ മനോഹരമായ ദീപാലങ്കാരങ്ങളിൽ കുളിച്ചിരിക്കുകയാണ്. മാത്രമല്ല ആ പിന്നിലുള്ള മരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതും വളരെ വെറൈറ്റിയുള്ള ദീപങ്ങളാൽ അലങ്കൃതമാണ്. അതെ, നമ്മളിവിടെ ഒരു 6 മണിക്ക് എത്തിയപ്പോൾ തന്നെ ഇവിടെ അത്യാവശ്യം കടകളൊക്കെ 1-2 കടകളൊക്കെ തുറന്നിട്ടുണ്ട്. ബസ് സർവീസ് ഒക്കെ വിടാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതിന് മുമ്പ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ചേച്ചി ഗുഡ് മോർണിംഗ്. മധുമതി രാവിലെ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് അല്ലേ? എല്ലാ ദിവസവും 5 മണിക്ക് വരുന്നു. അത് ശരി. വീട് എവിടെയാ? വീട് ഇവിടെ അടുത്ത് തന്നെ, ഇവിടെ വാടകയ്ക്ക് താമസിക്കും. കൊച്ചിയിൽ തന്നെ അല്ലേ? കൊച്ചിയിൽ തന്നെ. ഈ സമയത്തൊക്കെ ആൾക്കാർ ലോട്ടറി വാങ്ങിക്കാൻ വരും. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടെ ഞങ്ങൾ ചേച്ചിയെ കാണുകയാണ്. കാരണം രാവിലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു. ഞാൻ വാർത്ത എന്നും കേൾക്കണ. താങ്ക് യു ചേച്ചി. എന്തായാലും തന്നെ ഭാഗ്യം നൽകുന്നുണ്ടല്ലേ? ചേച്ചി എടുക്കുന്നോ? ലോട്ടറി എടുക്കണം, പക്ഷെ എന്റെ ജിപേ ഉള്ള ഫോൺ എന്റെ കയ്യിലില്ല. ഞങ്ങൾ വരാം, ഞങ്ങൾ ലോട്ടറി എടുക്കണം. പക്ഷെ ചേച്ചിക്ക് ഞങ്ങൾ ഒരു ചെറിയ ഗിഫ്റ്റ് തരാൻ ഇരിക്കുക. അതായത് അടുത്ത വർഷം തുടങ്ങാൻ പോവല്ലേ. ഒന്നാമത് ചേച്ചിക്ക് ഹാപ്പി ന്യൂ ഇയർ. നമുക്കൊരു 24-ന്റെ ഒരു കലണ്ടർ ചേച്ചിക്ക് തരാം. കിഡ്നി പേഷ്യൻ്റാണ്. ഞാനിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഒത്തിരി വാടക പെൻഡിങ് ഉണ്ട്. അപ്പോൾ വാടക കൊടുക്കാൻ അവർ ഇറക്കി വിടുമെന്നൊക്കെ പറഞ്ഞ് ബഹളമാണ് എന്നോട്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കാം ചേച്ചി, നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് പ്രജിനും കൂടെ നമ്മുടെ ഒരു സന്തോഷം, ഒരു ചെറിയ കലണ്ടറാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വർഷം ചേച്ചിയുടെ ജീവിതം ഒത്തിരി നന്നാവട്ടെ. മാത്രമല്ല അസുഖങ്ങളൊക്കെ മാറി നല്ല മിടുക്കി ചേച്ചിയായിട്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങളെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു, എനിക്കിപ്പോൾ കണ്ടു. ഓക്കെ ഓക്കെ ഞങ്ങൾ ലോട്ടറി എടുക്കും. ശരി. അപ്പൊ അങ്ങനെയാണ് ചേച്ചി 5 മണിക്ക് എല്ലാ ദിവസവും കട തുടങ്ങാറുണ്ട്. അപ്പം ഭാഗ്യം വിറ്റാണ് അവര് ഉപജീവന മാർഗം കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വാർത്ത പോയ ശേഷം മറ്റ് കമന്റ് ബോക്സിലേക്ക് വന്ന് വരാം. കാസർഗോഡ് എരിഞ്ഞിപ്പുഴയിൽ മുങ്ങി മരിച്ച 3 കുട്ടികളുടെ സംസ്കാരം ഇന്ന് നടത്തും. വളരെ ദാരുണമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. നമ്മൾ വളരെ ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടതും. എരിഞ്ഞിപ്പുഴ സ്വദേശികളായ റിയാസ്, യാസീൻ എന്നിവരുടെയും മഞ്ചേശ്വരം സ്വദേശി സമദിന്റെയും സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് നടക്കുന്നത്. റിയാസിന്റെ മാതാവിനൊപ്പമാണ് 3 കുഞ്ഞുങ്ങളും പുഴയിലേക്ക് കുളിക്കാനെത്തിയത്. വെള്ളത്തിൽ കുളിക്കുന്നതിനിടെ 3 പേരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഇനി മറ്റൊരു രാഷ്ട്രീയ വാർത്തയിലേക്കാണ്. BJP സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള ദേശീയ ശില്പശാല ഇന്ന് ഡൽഹിയിൽ നടക്കാൻ പോവുകയാണ്. ദേശീയ അധ്യക്ഷ തെരഞ്ഞെടുപ്പിനുള്ള തീയതിയും ഇന്ന് തീരുമാനിച്ചേക്കുമെന്ന് അറിയുന്നു. സംസ്ഥാന അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള സമയക്രമവും ആ യോഗത്തിൽ തീരുമാനിക്കും. കേരളത്തിൽ നിന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കോ ഇൻചാർജ് വി മുരളീധരനും പങ്കെടുക്കും. പകുതി സംസ്ഥാനങ്ങളിലെ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായാൽ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാമെന്നാണ് പാർട്ടിയുടെ ഭരണഘടനയിലുള്ളത്. ഫെബ്രുവരി ആദ്യ വാരത്തോടെ പുതിയ അധ്യക്ഷൻ ചുമതലയേൽക്കുമെന്നാണ് വിവരം. നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വളരെ പെട്ടെന്ന് പോയാലോ? അതെ പോകണം. കാരണം ഒരുപാട് നേരമായിട്ട് നമ്മുടെ ഒരുപാട് പ്രേക്ഷകരുണ്ട്. നമ്മുടെ ആ തുടക്കത്തിലെ ഫ്രെയിമില്ലേ, ആ തുടക്കത്തിലെ ഫ്രെയിം കണ്ടപ്പോൾ USA-യിലുള്ള സാബു സംക്രാന്തി പറഞ്ഞിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചത് നിങ്ങൾ USA-യിലാണ്, കാരണം ദീപാലങ്കാരങ്ങൾക്ക് പേര് കേട്ട ഒരു നാടാണ്. അതുപോലെ തന്നെ ഷിബു വാച്ചിങ് ഫ്രം USA എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരും വലോർത്ത് സുപ്രഭാതം പ്രജിനാൻ ക്രിസ്ത്യൻ എന്ന് പറയുന്നു. മുനീർ മുണ്ട ഗുഡ് മോർണിംഗ് ക്രിസ്ത്യൻ പ്രജിൻ പറയുന്നു. സീന മുഹമ്മദ് ഉണ്ട്. മറക്കില്ല എന്ന് പറയുന്നു. വിക്രമൻ ഓയൂരുണ്ട്. അതുപോലെ ഞാൻ പറയില്ലേ, നമ്മുടെ മലപ്പുറത്തുള്ള ഷാനിബ് ഒരു ബ്ലസ്സഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇന്നലെ ഷാനിബ് ഇങ്ങനെ വീട്ടിലിരുന്ന് അമ്മയോടൊപ്പം ഈ മോർണിംഗ് വാക്ക് കാണുന്ന എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിരുന്ന് കാണും. ആ ഒരു വീഡിയോ ഇന്നലെ നമുക്ക് അയച്ചു തന്നിരുന്നു. നമ്മൾ നേരത്തെ ലോട്ടറി എടുക്കാൻ അവിടെ പോലും ചേച്ചിന്റെ കടയിൽ നമുക്ക് എന്തെങ്കിലും ലോട്ടറി എടുക്കും. ആ സമയത്ത് സീന മുഹമ്മദ് പറയുന്നു, ക്രിസ്റ്റി ലോട്ടറി അടിച്ചാൽ പ്രേക്ഷകർക്ക് കൂടി പങ്കുവെക്കാൻ മറക്കരുതെന്ന് പറയും. പങ്കുവെക്കാനല്ല, എനിക്ക് ഈ എടുക്കുന്ന ലോട്ടറി അടിച്ചാൽ അത് പ്രേക്ഷകർക്ക് വേണ്ടി ഉള്ളതാണ്. അതായത് ഈ ആവശ്യങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾ, പ്രത്യേകം എനിക്ക് തോന്നുന്നു ആ ചേച്ചിക്ക് തന്നെ കിഡ്നിയുടെ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഈ പറഞ്ഞതുപോലെ ആ ചേച്ചിയുടെ ചികിത്സാ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് മറക്കണ്ട. ഒരു ഭാഗം പ്രേക്ഷകർക്കും വെറും വാക്ക് പറയാറില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. പറഞ്ഞ ഞാൻ ഒരു തടവേ സ്വന്തം 100 തടവേ സ്വന്തം മാതിരി. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് പോകാം. ഒരു സ്റ്റോറി പ്രേക്ഷകരെ ഒന്ന് കേൾപ്പിച്ചു കൊടുത്താലോ? നമ്മുടെ പ്രൊഡ്യൂസർ അവിടെ നിന്ന് അരുൺ പുളക്കട അവിടെ നിന്ന് പറയുന്നത് ചേച്ചിയെ കുറിച്ചാട്ടോ, എന്നെ കുറിച്ചല്ല കേട്ടോ. അപ്പൊ അടുത്ത സ്റ്റോറിയിലേക്ക് പോവാം. ഓരോ വ്യക്തികൾക്കും ജന്മനാട് എന്ന് പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ് അല്ലേ? ചേച്ചിയുടെ ജന്മനാട് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നില്ലേ? അതെ, വന്നു.
ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിലെ കൊടുകുളിഞ്ഞി എന്ന് പറയുന്ന സ്ഥലമാണ്. എൻ്റെ ജന്മം കൊണ്ട് ദൈവം സഹായിച്ച ആ ഒരു സ്ഥലത്തിനൊന്നും സംഭവിച്ചില്ല. പക്ഷെ പയ്യന്നൂരിൽ എന്തൊക്കെയോ തട്ടുകേട് സംഭവിച്ചില്ല. വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ ജന്മനാടിന്റെ ചരിത്രം തേടി ചരിത്ര എഴുത്തുകാരനായി മാറിയ ഒരാളുണ്ട് തിരുവനന്തപുരത്ത്. ജന്മനാടിനെ കുറിച്ച്, അതിന്റെ ചരിത്രത്തെ കുറിച്ച് എഴുതുക എന്ത് രസമാണല്ലേ. ഓരോരുത്തരുടെയും നാടിന് ഒരു കൃത്യമായ ചരിത്രമുണ്ട്. അത് തേടി പോവുക എന്ന് പറയുന്നത് ശ്രമകരമായ ജോലിയാണ്. എന്തായാലും അത് സാധ്യമാക്കിയ ഒരാളുണ്ട്. നെടുമങ്ങാട് സ്വദേശി വെള്ളനാട് രാമചന്ദ്രനാണ് ആ അത്ഭുത വ്യക്തി. അദ്ദേഹത്തെ കുറിച്ചുള്ള ആ ഒരു സ്റ്റോറിയിലേക്ക് നമുക്ക് പോകാം. ഇത് ചരിത്രകാരൻ വെള്ളനാട് രാമചന്ദ്രൻ. BSNL ജീവനക്കാരനെന്ന മേൽവിലാസത്തിൽ നിന്ന് ചരിത്രകാരനിലേക്കുള്ള മാറ്റത്തിന്റെ കഥയാണ് ഇനി പറയുന്നത്. പഞ്ചായത്ത് യോഗത്തിൽ നാടിന്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു. ചരിത്രമറിയാത്ത നാട്ടുകാർ ഇറക്കി വിട്ടു. വാശിക്ക് ചരിത്രം പഠിച്ചു. പിറന്നത് പ്രാദേശിക ചരിത്രം പറയുന്ന ഏറ്റവും വലിയ പുസ്തകം. സ്വന്തം നാടിനെക്കുറിച്ച് 964 പേജിൽ എഴുതി റെക്കോർഡ് നേടി. ആയിരത്തി 1996 അന്നത്തെ ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം അവരുടെ വികസന രേഖ ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആക്കണം എന്നൊരു നിർദ്ദേശമാണ്. വെള്ളനാട്ട് കൂടിയ ആ യോഗത്തിൽ എൻ്റെ ഒരു രീതി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞു, അത് നമ്മൾ ഈ ഓടിട്ട വീടും ടാറിട്ട റോഡുമൊക്കെ നമ്മൾ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ ഈ സവർണ സമൂഹം ഇത്രയും പരിഷ്കൃതരായി മാറിയതിന് ആദ്യമായി അടിത്തറയിട്ടൊരു സമൂഹമുണ്ട്, ഒരു അടിസ്ഥാന സമൂഹം. അവരിൽ നിന്ന് ചരിത്രം ആരംഭിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനോട് പലർക്കും യോജിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് പുറത്ത് പോകേണ്ടി വന്നു ആ കമ്മിറ്റിയിൽ നിന്ന്. അപ്പോൾ അന്ന് മുതലാണ് ഈ ചരിത്രം എന്താണ് എന്ന് പഠിക്കാൻ ഞാൻ തുടങ്ങിയത്. അങ്ങനെ ഏതാണ്ട് 10 കൊല്ലം എടുത്തു ചരിത്രം എന്താണെന്ന് പഠിക്കാൻ, ചരിത്രം എങ്ങനെയാണെന്ന് പഠിക്കാനും അതിൻ്റെ രീതിശാസ്ത്രങ്ങളെക്കുറിച്ച് പഠിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെയാണ് 2006 ഞാൻ വെള്ളനാടിൻ്റെ പ്രാദേശിക ചരിത്ര രചന ആരംഭിക്കുകയും 2010 അത് റിലീസ് ചെയ്യുകയും. ചരിത്ര പഠനം പ്രാധാന്യത്തോടെ തുടർന്നു. പുസ്തകങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു. സ്വന്തം താലൂക്കായ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടിനെക്കുറിച്ച് 1600 പേജിൽ 4 വോള്യങ്ങളിലായി പുസ്തകമിറക്കി. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രസാധകർ. ഏഷ്യയിലെ ആദ്യത്തെ മലയോര ഒബ്സർവേറ്ററിയൊക്കെ നെടുമങ്ങാട്ടാണ് സ്ഥാപിക്കപ്പെട്ടത്. ഉമയംറാണിയിൽ തുടങ്ങി ഉമയംറാണിയിൽ അവസാനിക്കുന്ന ഒരു ചരിത്രമാണ് നെടുമങ്ങാടിന് അതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതിനപ്പുറം ഉമയംറാണിക്ക് മുമ്പ് 10-11 പേർ ഇവിടെ ഭരിച്ചിരുന്നു എന്നും അതിനുശേഷം അവർക്ക് ശേഷം 8 പേർ ഭരിച്ചിരുന്നു എന്നുമുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് മതിലകം രേഖകളിൽ നിന്നാണ്. കൃത്രിമ പട്ടണങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും പഴക്കമുള്ള പട്ടണങ്ങളിൽ ഒന്നാണ് നെടുമങ്ങാട് എന്നുള്ള ഒരു കൗതുകകരമായൊരു വാർത്ത കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. മാർത്താണ്ഡവർമ്മയെ 4 ദിവസം പാറപ്പൊത്തിൽ ഒളിപ്പിച്ച് രക്ഷിച്ച നന്ദിക്കാകെ 39,000, ഇന്നത്തെ അളവിൽ 39,000 ഏക്കർ പതിച്ചു കൊടുത്ത ഒരു രേഖ എന്ന് പറയുന്നത് ഏറെ അതിശയിപ്പിക്കുന്നതാണ്. നെടുമങ്ങാടിൻ്റെ ചരിത്രവുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. കേരള ചരിത്രത്തെക്കുറിച്ചുള്ള പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ് വെള്ളനാട് രാമചന്ദ്രൻ. രാജ്കിരണിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. യെസ്, അപ്പോൾ ഓരോ നാടിനെ കുറിച്ചും ജന്മനാടിനെ കുറിച്ച് കൃത്യമായിട്ട് അല്ലേ ആ രേഖപ്പെടുത്തുക എന്ന് പറയും. ഇപ്പൊ ഞാൻ അത് ഓർത്തപ്പോൾ അത് കേട്ടപ്പോഴേ, ഇപ്പോൾ എൻ്റെ ജന്മനാടെന്ന് പറഞ്ഞാൽ പയ്യന്നൂരിന് കൃത്യമായി പറഞ്ഞ പെരിങ്ങോമാണ് എൻ്റെ നാട്. അപ്പം അവിടത്തെ കുറിച്ച് പറയുമ്പം എനിക്ക് പരിചയമുള്ള ചരിത്രം ഒരുപാട് അറിയില്ലെങ്കിൽ കൂടി പെട്ടെന്ന് മനസ്സിലേക്ക് വന്നൊരു കാര്യം പറയട്ടെ, ഈ സമയത്ത് പറയാം. അതായത് നമ്മുടെ MTയുടെ വിയോഗം, ആ സമയത്ത് അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ പെരിങ്ങോവിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിരുന്നു, നമ്മുടെ യാണോ നിലയത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പം MT വാസുദേവൻ നായർ ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ട്, എല്ലാ രീതിയിലും പ്രതികരിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം
ഈ മാർച്ചിലൊക്കെ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. അപ്പം MT വാസുദേവൻ നായർ എന്ന് പറയുന്ന ആ അധികായൻ ആദ്യമായി പങ്കെടുത്ത ഒരു പ്രക്ഷോഭ മാർച്ച് എന്ന് പറയുന്നത് അത് ഈ കണ്ണൂരിൽ, അതായത് പെരിങ്ങോത്തെ ഈ ആണവ നിലയത്തിനെതിരായ ഒരു പ്രക്ഷോഭ മാർച്ചിലായിരുന്നു. അത് 92 നവംബർ മാസത്തിലാണ്, 4-ാം തീയതി നവംബർ 4-നാണ് അദ്ദേഹം ഈ മാർച്ചിൽ പങ്കെടുത്തത്. കണ്ണൂരിൽ ഒരു വലിയ ബഹുജന മാർച്ച് നടക്കുന്നു. അതിൻ്റെ ഏറ്റവും മുൻനിരയിൽ പല പ്രമുഖർക്കൊപ്പം MT ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഒരു മാസികയിൽ അദ്ദേഹം അത് എഴുതുകയും ചെയ്തു. ഞാൻ ആദ്യമായി പങ്കെടുത്ത ഒരു പ്രതിഷേധ മാർച്ച് എന്ന് പറയുന്നത് പെരിങ്ങോം ആണവ നിലയത്തിനെതിരായ മാർച്ചാണെന്ന്. അപ്പോൾ എൻ്റെ നാടിനെ കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു ചരിത്രം പറയാനുണ്ട്. ഓക്കെ, അതെന്തായാലും നന്നായി. പ്രേക്ഷകർക്ക് അതൊരു പുതിയ അറിവായിരിക്കും. നമ്മുടെ സീന ടീച്ചർ പറയുന്നുണ്ട്, ഇന്നലെ എറണാകുളം നടന്ന കുട്ടികളുടെ കരാട്ടെ മത്സരത്തിൽ ഫസ്റ്റ് ലഭിച്ച പപ്പിമോളെ ഒന്ന് അഭിനന്ദനങ്ങൾ പറയണേ. തീർച്ചയായിട്ടും പപ്പിമോൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഭാവിയിൽ കൂടുതൽ മികച്ച, അതായത് ഇങ്ങനെ കരാട്ടെയൊക്കെ പഠിച്ച് സ്വയം പ്രതിരോധമൊക്കെ പഠിച്ച് മിടുക്കിയാവട്ടെ. നമ്മുടെ അനീഷ്, മുഹമ്മദ് ഹസീൻ, ഷീജ MK, അൻവർ സാദത്ത്, ലേഖ ജയൻ, PC ദിലീപ്, അബ്ദുള്ള AK, അബ്ദുൽ ഫസാഖ്, ഇവരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. മെസ്സേജ് കാണുന്നുണ്ട്. പോകെ വായിക്കാം. ഇനി അടുത്ത വാർത്തയിലേക്ക് പോകാം. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നുമാണ് ആ വാർത്ത പങ്കുവയ്ക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അപമാനിച്ചു എന്ന ആരോപണം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. ദേശീയ പതാക കൈമാറുമ്പോഴും സല്യൂട്ട് നൽകുമ്പോഴും മന്ത്രിമാരും എഴുന്നേറ്റില്ല. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കുടുംബത്തിന് നൽകിയത് 3 കസേര മാത്രമാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തുന്നുമുണ്ട്. വിവരങ്ങളുമായി നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് ചേർന്ന്. നിതിൻ, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കുറ്റപത്രം തന്നെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് തയ്യാറാക്കിയിട്ടുള്ളത്. അവർ എണ്ണി പറഞ്ഞിരിക്കുകയാണ് ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കേന്ദ്ര സർക്കാർ അപമാനിച്ചുവെന്ന്. അപ്പോൾ ഇത് ഒരു രാഷ്ട്രീയമായ വിവാദം ഇനിയും തുടരാൻ സാധ്യതയുണ്ടോ? കോൺഗ്രസ് ഏത് തരത്തിലുള്ള നടപടികളിലേക്കാണ് പോകുന്നത്? BJPയുടെ പ്രതികരണവും വന്നിട്ടുണ്ടല്ലോ. വിട നൽകിയത്. അപ്പോഴും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിനെ ചൊല്ലിയും നിതിൻ അംബുജനിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താം. എന്തായാലും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രാഷ്ട്രീയ വിവാദം കൂടി ഉണ്ടായിട്ടുള്ളത്. വേണ്ട രീതിയിലുള്ള ഒരു വിടവാങ്ങൽ ചടങ്ങല്ല ഉണ്ടായത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വിമർശനം കോൺഗ്രസ് കടുപ്പിക്കുന്നുണ്ട്. കാരണം മാത്രമല്ല, കുടുംബാംഗങ്ങൾക്ക് കസേരകൾ പോലും കുറച്ച് മാത്രമേ കൊടുത്തുള്ളൂ. പിന്നെ കോൺഗ്രസ് ആവശ്യപ്പെട്ടതിന് ശേഷമാണ് കൂടുതൽ കസേരകൾ കൊടുത്തത്. നിതിൻ തുടരാം. കൃഷിന, ഇന്നലെ കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ രംഗത്ത് വന്നിരുന്നു. മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ രാജ്യം മുഴുവൻ ദുഃഖിക്കുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരമാക്കി മാറ്റാനുള്ള തിരക്കിലാണ് കോൺഗ്രസ് എന്ന് നദ്ദ വിമർശിച്ചു. അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയും UP അധ്യക്ഷയാക്കി പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ മുകളിൽ നിർത്തി പ്രധാനമന്ത്രി പദത്തിന്റെ അന്തസ്സ് കളങ്കപ്പെടുത്തുന്നതായിരുന്നു കോൺഗ്രസ് എന്നായിരുന്നു നദ്ദ ഉന്നയിച്ച വിമർശനം. ഇതിന് പിന്നാലെയാണ് ഇന്നലത്തെ സംസ്കാര ചടങ്ങിലുണ്ടായ സർക്കാർ കാട്ടിയ അനാദരവ് കോൺഗ്രസ് എണ്ണി പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമായും ചടങ്ങിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ നിയോഗിക്കപ്പെട്ട ദൂരദർശൻ സംഘം പൂർണ്ണമായും നരേന്ദ്രമോദി, അമിത്ഷാ എന്നിവരെ കേന്ദ്രീകരിച്ചുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. മൻമോഹൻ സിംഗിന്റെ കുടുംബാംഗങ്ങളെ അവഗണിച്ചു. ഭൗതിക ശരീരത്തിനരികെ കുടുംബാംഗങ്ങൾക്ക് 3 കസേരകൾ മാത്രമാണ് നൽകിയത്. മകൾക്കും അടുത്ത ബന്ധുക്കൾക്കും കസേര അനുവദിക്കാൻ സമ്മർദ്ദം ചെലുത്തേണ്ട സാഹചര്യം വന്നു. ചടങ്ങുകളുടെ ഏകോപനം പരിതാപകരമായിരുന്നു. ചടങ്ങിലെത്തിയ വിദേശ രാജ്യ പ്രതിനിധികളെ കാണാനാകാത്ത വിധം എവിടെയോ കൊണ്ടിരുത്തി. ഭൂട്ടാൻ രാജാവ് എഴുന്നേറ്റ് നിന്ന ഘട്ടത്തിലും പ്രധാനമന്ത്രി എഴുന്നേറ്റില്ല. അന്ത്യകർമ്മങ്ങൾക്ക് നേരിട്ടു കാണാൻ പൊതുജനങ്ങൾക്ക് അവസരം നൽകിയില്ല തുടങ്ങിയ എണ്ണായിരുന്നു ഇന്നലെ സർക്കാർ കാട്ടിയ അനാദരവ്. എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തിക്കാട്ടിയിരിക്കുന്നത് കോൺഗ്രസ് ഈ ഒരു പ്രചരണം. നിതിൻ അംബുജനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. സമയം 6:31 ആയിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് നമ്മൾ ഒരു മോർണിംഗ് വാക്ക് തുടങ്ങിയിട്ട് സമയം. അപ്പൊ നമ്മുടെ കൂടെ കമ്പനിയായിട്ട് 1-2 പേര് വന്നിട്ടുണ്ട്. അപ്പൊ അവര് തൽക്കാലം സൗഹൃദം, അതെ, എന്തെങ്കിലും ഈ മൊബൈലൊക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും വലിയ ബിസ്ക്കറ്റ് ആണെന്നൊക്കെ കരുതിയിട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതെ, എന്തായാലും ആക്രമണോത്സുകരല്ല. പിന്നെ അല്ലെങ്കിൽ തന്നെ അവരിങ്ങോട്ട് കയറി ആക്രമിക്കാറില്ല സാധാരണ. എന്നാലും ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല.